കിഫ്ബിയിലൂടെ സംസ്ഥാനത്ത് കൂടുതൽ വികസനം യാഥാർത്ഥ്യമായതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. നിർമ്മാണം പൂർത്തിയായ കോമളം പാലം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നാടിന്റെ വികസനത്തിനും ഭാവിക്കും ആവശ്യമായ പദ്ധതികൾക്കാണ് സർക്കാർ പ്രാധാന്യം നൽകുന്നത്. വീട്ടമ്മമാർക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് ആരംഭിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2016 സംസ്ഥാന സർക്കാർ കിഫ്ബിയെ പുനരുജ്ജീവിപ്പിച്ചത്. സംസ്ഥാനത്ത് പാലം, ഓവർബ്രിഡ്ജ്, ഫ്ലൈ ഓവർ തുടങ്ങിയവയിലൂടെ കൂടുതൽ വികസനം സാധ്യമാക്കി. മലയോര തീരദേശ ഹൈവേ നിർമ്മാണം പൂർത്തിയാകുന്നതായും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറി. താലൂക്ക് ആശുപത്രി മുതൽ മെഡിക്കൽ കോളേജ് വരെ പലവിധത്തിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യവും ഒരുക്കി. ജനങ്ങളുടെ പിന്തുണയിലൂടെയാണ് വലിയ തോതിലുള്ള വികസനം യാഥാർത്ഥ്യമായത്. നാടിന്റെയും ജനങ്ങളുടെയും ഐക്യമാണ് പ്രതിസന്ധികളിൽ അതിജീവനം സാധ്യമാക്കിയതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാനത്ത് കിഫ്ബിയിലൂടെ പാലം, റോഡ്, കെട്ടിടം തുടങ്ങിയവയുടെ നിർമ്മാണം സാധ്യമായതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാർ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 150-ലധികം പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കി. സർക്കാരിന്റെ വികസന പദ്ധതിയിലൂടെ ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റമുണ്ടായതായും മന്ത്രി പറഞ്ഞു. വികസന നിലപാടോടെയാണ് സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നതെന്ന് മാത്യു ടി തോമസ് MLA പറഞ്ഞു. ഒന്നാമത്തെ പ്രവൃത്തിയായി കോവളം പാലം നിർദ്ദേശിച്ചതുകൊണ്ടാണ് അതിന് 20% മാറ്റിവെച്ച് അടുത്ത സാമ്പത്തിക വർഷം തന്നെ പണി ആരംഭിച്ചു. നല്ല പാലം പുതിയത് വേണം എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറഞ്ഞു. നിങ്ങൾക്ക് ബോധ്യമുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കുക, അതിനുവേണ്ടി പരിശ്രമിക്കുക. താൽക്കാലികമുണ്ടാകുന്ന വിമർശനങ്ങൾ കേട്ട് അഭിപ്രായങ്ങൾ മാറുന്നവർ പൊതുപ്രവർത്തന രംഗത്ത് അധിക നാൾ പിടിച്ചു നിൽക്കില്ല. അതുകൊണ്ട് ധൈര്യമായി നിങ്ങളുടെ ബോധ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ആ ലക്ഷ്യം നേടുവാൻ വേണ്ടി നിങ്ങൾ പരിശ്രമിക്കുക എന്ന വലിയ ഉപദേശം മുഖ്യമന്ത്രി നൽകിയപ്പോഴാണ് BMBC നിലവാരത്തിലുള്ള റോഡ്, പാലം, കുടിവെള്ള പദ്ധതി തുടങ്ങിയ നിരവധി വികസന പ്രവർത്തനം മണ്ഡലത്തിൽ നടപ്പാക്കി. ക്ഷമയോടെയുള്ള പ്രവർത്തനം മികച്ച രീതിയിലുള്ള വികസനമുണ്ടാക്കുമെന്ന കാഴ്ചപ്പാടാണ് കോമളം പാലം നിർമ്മാണത്തിലൂടെ സാധ്യമായതെന്നും MLA പറഞ്ഞു. ശിലാഫലക അനാച്ഛാദനവും MLA നിർവഹിച്ചു. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ B അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 7.5 മീറ്റർ കാരേജ് വേയും ഇരുവശത്തും 1.5 മീറ്റർ വീതിയിൽ നടപ്പാതയോടുകൂടി 11 മീറ്റർ വീതിയിലുമാണ് പാലം നിർമ്മിച്ചത്. നദിയിൽ 28 മീറ്ററിന്റെ 3 സ്പാനും ഇരുകരകളിലായി 12.5 മീറ്ററിന്റെ 2 വീതം ലാൻഡ് സ്പാനുകളുമുള്ള ഹൈലെവൽ ബ്രിഡ്ജാണ് നിർമ്മിച്ചിരിക്കുന്നത്. മാത്യു ടി തോമസ് MLA ഫണ്ടിൽ നിന്ന് തുക ചിലവഴിച്ച് വഴിവിളക്കുകളും സ്ഥാപിച്ചിട്ടുണ്ട്. പുറമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെനി സനിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം നീതു മാമൻ കൊണ്ടൂർ, കോയിപ്രം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷിജു P കുരുവിള, മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CP മാത്യു, പുറമറ്റം ഗ്രാമപഞ്ചായത്ത് അംഗം സജി ചാക്കോ, കല്ലൂപ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരികുമാർ, പൊതുമരാമത്ത് പാലം വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ തോമസ്, വകുപ്പ് ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോന്നി.